അസമിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 28 മുസ്ലിങ്ങളെ വിദേശികളെന്ന് പ്രഖ്യാപിച്ച് തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. BJP സർക്കാരാണ് ഈയൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഫോറിനേഴ്സ് ട്രിബ്യൂണൽ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് AIUD അധ്യക്ഷൻ ബദറുദ്ദീൻ അജ്മൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 19 പുരുഷന്മാരെയും 8 സ്ത്രീകളെയുമാണ് കഴിഞ്ഞ ദിവസം ഗോൽപാറയിലെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് എന്നും പറയുന്നുണ്ട്. നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ഈ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് BJPയിലെ ചില നയങ്ങൾ കൊണ്ടുവരുമ്പോഴാണ്. അതാണ് CAA. പശ്ചിമ അസമിലെ ബർപോട്ട ജില്ലയിലെ ബംഗാളി മുസ്ലിങ്ങളെയാണ് ഫോറിനേഴ്സ് ട്രിബ്യൂണൽ പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതോടെ 28 പേരെ പോലീസിന്റെ സഹായത്തോടെ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. 28 പേരും ഇന്ത്യൻ പൗരന്മാരാണെന്നും മുസ്ലിം സമുദായത്തെ ഉപദ്രവിക്കാനും ഭയപ്പെടുത്താനുമുള്ള ശ്രമമായാണ് ഇതിന് പിന്നിലെന്നുമാണ് പറയുന്നത്. വിദേശികളെന്ന് മുദ്രകുത്തിയവരുടെ രേഖകൾ പരിശോധിച്ചു വരികയാണ്. സംശയത്തിന്റെ പേരിൽ പലർക്കും നോട്ടീസ് അയക്കുന്നുണ്ട്. രേഖകളിലെ ചെറിയ പൊരുത്തക്കേടുകളുടെ പേരിൽ ആളുകളെ ഉപദ്രവിക്കുകയാണ് എന്നും ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും AIUDF അധ്യക്ഷൻ ബദറുദ്ദീൻ അജ്മൽ പറയുന്നുണ്ട്. ഇതുവരെ 3000-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളിലേക്കാണ് ഇവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. ബാർപേട്ട ജില്ലയിലെ വിവിധയിടങ്ങളിൽ താമസിച്ചിരുന്നവരെയാണ് SP ഓഫീസിലേക്ക് എത്തിച്ച ശേഷം തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവരെയും പൗരത്വം സംശയിക്കുന്നവരെയുമാണ് അതിർത്തി രക്ഷാസേനയും അസം പോലീസും ഇത്തരം ട്രിബ്യൂണലുകൾക്ക് മുന്നിൽ ഹാജരാക്കുന്നത്. പിന്നീട് ട്രിബ്യൂണലാണ് ഇവരുടെ പൗരത്വത്തിൽ തീരുമാനമെടുക്കുന്നത്. അതേസമയം അനധികൃതമായി അസമിലെത്തിയ ഹിന്ദു, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലുള്ളവരെ ട്രൈബ്യൂണലിന് മുന്നിൽ ഹാജരാക്കേണ്ടതെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. 2014 മുമ്പ് എത്തിയവരെ ഹാജരാക്കേണ്ടത് എന്നാണ് ഉള്ള നിലപാട്. ഇവർക്ക് പൗരത്വം നൽകാൻ CAA നിയമത്തിൽ വ്യവസ്ഥകൾ ഉള്ളതിനാലാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ നിർദ്ദേശം നൽകിയിരിക്കെയാണ് ഇപ്പോൾ ഈ ഒരു നടപടി BJP സർക്കാർ അസമിൽ എടുത്തിരിക്കുന്നത്. അതായത് 28 മുസ്ലിങ്ങളെയും കൂടി തടവിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്ത് നടക്കുന്നതും രാജ്യവ്യാപകമായി ഇത് വലിയൊരു ചർച്ചയിലേക്ക് പോകുന്നുമുണ്ട്. CAA നടപ്പാക്കുമ്പോൾ പലരുടെയും പേരുകൾ അല്ലെങ്കിൽ പലരുടെ പേരിൽ ഒരു അക്ഷരം തെറ്റിയാൽ പോലും അവർ ഈ സ്ഥലത്തുള്ളവരല്ല അല്ലെങ്കിൽ അവർ വിദേശികളാണെന്ന് മുദ്ര കുത്തിക്കൊണ്ടാണ് ഈ ഒരു കാര്യം നടത്തുന്നത്. ഇതിനിടയിൽ തന്നെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷ് പൗരനാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ ഒരു വലിയ പ്രസക്തി ഇല്ല എന്ന് പറയുന്ന BJP സർക്കാർ തന്നെയാണ് അസമിലെ ഈ ഒരു മുസ്ലിങ്ങളോട് ഈ ഒരു ക്രൂരത കാണിക്കുന്നത്. അതായത് ഇനിയും തുടരുമെന്നാണ് സൂചന. ഇനിയും മുസ്ലിങ്ങളുടെ പേരുകളോ അല്ലെങ്കിൽ അവിടെ മറ്റ് അഡ്രസ്സുകളോ എന്തെങ്കിലും ഒരു തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവർക്ക് അവിടെ യാതൊരു പൗരത്വവും ഇന്ത്യയിലില്ല എന്നുള്ള രീതിയിലേക്ക് മാറുകയും പിന്നീട് ഈ പോലീസുകാർ വന്നിട്ട് അവരെ തടങ്കലിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. ഇത് അവരോട് കാണിക്കുന്ന വലിയ BJP സർക്കാരിൻ്റെ വലിയൊരു അവഗണന അല്ലെങ്കിൽ BJP സർക്കാർ മുസ്ലിങ്ങളെ തുരത്താൻ നോക്കുന്നു എന്നുള്ള രീതിയിലാണ് പല നേതാക്കന്മാരും പറയുന്നത്. ഇതിനിടയിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്.